സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞാണ് സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നത്. CBI രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം സമീപിച്ചതെന്ന് ജെറി അമൽദേവ് പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ജെറി അമൽദേവ് സംഗീത ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വം. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ശ്രമം നടന്നത്. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു പണം തട്ടാൻ ശ്രമം നടന്നത്. കൂടുതൽ വിവരങ്ങൾ. ജെറി അമൽദേവിനെ വെർച്വൽ അറസ്റ്റ് ചെയ്തെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നത്. ഇതിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണ്. പോലീസും ബാങ്ക് അധികൃതരും ചേർന്നാണ് ഈ സംഭവം, ഇങ്ങനെയൊരു ശ്രമം തകർത്തത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. CBI ഉദ്യോഗസ്ഥരെന്ന് വിശ്വസിപ്പിച്ച സംഘം 2,70,70,000 രൂപ കൈക്കലാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഈ ജെറി അമൽദേവിന്റെ അക്കൗണ്ടിലുള്ള 2,70,000 രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് ജെറി അമൽദേവിന് സന്ദേശം എത്തിയത്. CBI ഉദ്യോഗസ്ഥരാണ് വെർച്വലായി അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ജെറി അമൽദേവിനെ ഇവർ വിശ്വസിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് ജെറി അമൽദേവ് പച്ചാളത്തുള്ള ഫെഡറൽ ബാങ്കിന്റെ ഓഫീസിലേക്ക് എത്തുകയും ഫെഡറൽ ബാങ്ക് മാനേജറുമായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് പന്തികേട് തോന്നിയ ഫെഡറൽ ബാങ്ക് മാനേജർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഡൽഹിയിലെ മുഖ്യനഗർ SBI ബ്രാഞ്ചിലെ ജനതാ സേവ എന്ന അക്കൗണ്ട് ആണ് ഈ ജെറി അമൽദേവിന്റെ അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി നൽകുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത് എന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന സംഘമാണെന്നും ഇവരെ പിടികൂടുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. ജെറി അമൽദേവുമായി പിന്നീട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസാരിക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വീഡിയോ കോളിലെയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് കോളിലെയോ വിളിച്ച് അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് മനസ്സിലാക്കുകയും തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുമാണ്. ഇങ്ങനെ വ്യാപകമായിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിൽ പണം തട്ടലും വ്യാപകമാകുന്നുണ്ട്. കൊച്ചിയിലെ അടുത്ത 4 കേസുകളിൽ നിന്നായിട്ട് 15 കോടിയിലധികം രൂപ മാത്രമാണ് ഈ അടുത്ത് നഷ്ടമായതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു തട്ടിപ്പിൽ നിന്നും 2,70,000 രൂപ തട്ടിയെടുക്കാനുള്ള ഉത്തരേന്ത്യൻ സംഘത്തിന്റെ ശ്രമത്തിൽ നിന്നും ജെറി അമൽദേവിനെ ബാങ്ക് അധികൃതരുടെയും പോലീസിന്റെയും ഒക്കെ നിർണായകമായിട്ടുള്ള ഇടപെടലുകളിലൂടെ രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. വിനോദ്, തീർച്ചയായും ഇത് ആരാണ് ഈ തട്ടിപ്പിനുള്ള ശ്രമം നടത്തിയത്? ഈ പ്രതികളെ സംബന്ധിച്ച എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ജെറി അമൽദേവിന് കഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് കൂടി പറയാൻ കഴിയുമോ മിഥുൻ? വിനോദ്, അന്വേഷണം കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങളും പോലീസ് ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. ജെറി അമൽദേവുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരേന്ത്യൻ സംഘം നടത്തിയിരിക്കുന്ന ശ്രമങ്ങളെല്ലാം വാട്സാപ്പ് വഴി സന്ദേശം നൽകിക്കൊണ്ട് വെർച്വലായി അറസ്റ്റ് ചെയ്യുന്നതിന് നടത്തിയിരിക്കുന്ന ആ ശ്രമങ്ങൾ ഇവര് നടത്തുന്ന ആ പദ്ധതികളുടെ ആസൂത്രണം, ആ രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്നും ലഭ്യമായിട്ടില്ല. ഏത് സംഘമാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഇവര് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടത്തുന്ന സംഘമാണെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് മാനേജറുടെയും കൃത്യമായ കാര്യക്ഷമമായ ഇടപെടലിലൂടെയാണ് ഈ ഒരു തട്ടിപ്പ് തടയാൻ സാധിച്ചത്. ബാങ്കിലേക്കാണ്, പച്ചാളം ബ്രാഞ്ചിലേക്കാണ് ജെറി അമൽദേവ് ആദ്യം എത്തുകയും ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ബാങ്ക് മാനേജറുടെയും ബാങ്ക് അധികൃതരെയും എല്ലാം ബോധിപ്പിക്കുകയും ചെയ്യുന്നത്. അവർക്ക് തോന്നിയ കൃത്യമായ ഇതിന്റെ അകത്തൊരു പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇടപെടലിലൂടെയാണ് ഇത് തടയാനും ഈ കുറ്റവാളികളിലേക്ക് കൃത്യമായി പോലീസിന് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്തത്. അങ്ങനെ ആണ് ഈ ഒരു തട്ടിപ്പ് കൃത്യമായി തടയാൻ സാധിച്ചത്. എന്തായാലും പ്രതികളെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഊർജിതമായി തന്നെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇവരെ പ്രതികൂടും, ഈ പ്രതികളിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നാണ് 2,70,000 രൂപയോളം തട്ടിയെടുക്കാൻ അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഒരു സംഘം ശ്രമം നടത്തിയത്. എന്തായാലും അത് കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിനാൽ പണം നഷ്ടപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ സാധാരണക്കാരായ നിരവധി ആളുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന സംഗീത മേഖലയിലെ ജെറി അമൽദേവിനാണ് ഈ അനുഭവം ഉണ്ടായത്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും മിഥുൻ മുരളി.